ചുറ്റിയടിച്ചാട്ടെ മഴ തുള്ളി തുള്ളിച്ചാട്ടെ മിന്നലെറിഞ്ഞാട്ടെ ചില പൊലിക്കാട്ടെ ഒന്ന് ചുറ്റിയടിച്ചാട്ടെ ഇടി മിന്നലെറിഞ്ഞാട്ടെ മഴ തുള്ളതെറിഞ്ഞാട്ടെ മകരം മഞ്ഞാടയാ ഒതിയും പൂമാറ്റയാ കനവിൻ കണ്ണാടിയിൽ തെളിയും വാർത്തിക്കളി മുത്തമായി മുത്തം വെക്കും നക്ഷത്രമല്ലേ എന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മ്യൂസിക്കൽ ചാറ്റ് ഷോയിലേക്ക് കൈരളി ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമുക്ക് ഗസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സംവിധായകനാണ്. CID മൂസ തൊട്ട് താപ്പാന എന്ന ചിത്രം വരെ എത്തി നിൽക്കുന്നു ഈ സംവിധായകന്റെ ചൈത്രയാത്ര. തൊട്ടതെല്ലാം പൊന്നാക്കിയ ഈ സംവിധായകനെ, നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകനെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട ജോണി ആന്റണി. ചേട്ടാ നമസ്കാരം. നമസ്കാരം. കുറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കണ്ടുമുട്ടല്. ഓരോ വിധി എന്ന് പറയുന്നത് തന്നെയാണ് ശരിക്കും അല്ലേ? എത്രയോ നാളുകൾക്ക് മുമ്പ് ഒരു ഋതം എന്നൊരു കൈരളിയിലെ പ്രോഗ്രാം ഇല്ലായിരുന്നെങ്കിൽ ഇത്ര നേരം എനിക്ക് താങ്കളുമായിട്ട് ഇങ്ങനെ ഒരിക്കലും സംസാരിക്കാൻ ഒരിക്കലും ഒരു സ്ഥലത്തും അവസരം ചിലപ്പോ വരുമായിരിക്കും. ജോണിച്ചേനെ പറ്റി പറയാനാണെങ്കിൽ ഉള്ള ചിത്രങ്ങൾ, അതായത് CID മൂസ എന്ന ചിത്രം തൊട്ട് ഇപ്പോഴത്തെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ താപ്പാന വരെയുള്ള ചിത്രങ്ങൾ നോക്കുവാണെങ്കിൽ ഇത്രത്തോളം കുടുംബ പ്രേക്ഷകർക്ക്, കുട്ടികൾക്ക് ഒരു 2-2.5 മണിക്കൂർ പക്ക ഒരു എന്റർടൈനർ. ഈ അടുത്ത് എല്ലാ ചിത്രങ്ങളും, ഇൻസ്പെക്ടർ ഗരുഡ ആയിക്കോട്ടെ, പിന്നെ കൊച്ചി രാജാവ് ആയിക്കോട്ടെ, സൈക്കിൾ ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരു 2-2.5 മണിക്കൂർ നമ്മൾ തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ സന്തോഷിക്കാനാണല്ലോ തിയേറ്ററിൽ പോകുന്നത്. അത്തരത്തിലുള്ള ഒരു ഇതിലൂടെയാണ് ചേട്ടന്റെ മനസ്സിലെ ഒരു സങ്കല്പം, ഒരു സിനിമയെന്ന് പറയുമ്പോൾ. അല്ലാണ്ട് കൂടുതൽ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യിപ്പിക്കാൻ ചേട്ടൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയേക്കുന്ന ഒരു ഡയറക്ടറാണ്. പട്ടണത്തിൽ ഭൂതമായിക്കോട്ടെ, തുരുപ്പുകുലാനായിക്കോട്ടെ. ഞാൻ മമ്മൂക്കയുടെ അടുത്ത് കഴിഞ്ഞ മമ്മൂക്ക ലണ്ടനിൽ ഒരു ഷോയ്ക്ക് വന്നപ്പോൾ പറഞ്ഞു, മമ്മൂക്കയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏത് സീനാന്ന് പറയാൻ പറ്റും, എനിക്ക് ഇഷ്ടപ്പെട്ട കോമഡി സീൻ ഏതാന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. ഏതാണ് അപ്പൊ ഞാൻ പറഞ്ഞു, മമ്മൂക്ക ഡാൻസ് പഠിക്കുന്ന ഒരു സീനുണ്ട് തുരുപ്പുകുലാനില്, പൊന്നമ്മ ബാബു ചേച്ചിയുണ്ട്. ആ സംഭവം എനിക്ക് എത്ര കണ്ടാലും മതിയാവത്തില്ല. ഒത്തിരി ഉണ്ട് അദ്ദേഹത്തിൽ നിന്ന് കൂടി ആവുമ്പോൾ നമ്മൾ പിള്ളേരുടെ കൂടെ ആ ഡാൻസ് സീനും അതൊക്കെ എനിക്ക് എപ്പോ കണ്ടാലും. അതേപോലെ ജോണിച്ചേട്ടൻ ഇപ്പൊ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടാവും, ഒത്തിരി സിനിമകൾ ജോണിച്ചേട്ടന്റെ ആരാധകർ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു സിനിമ, അത്തരത്തിലുള്ള സിനിമകളോട് ചിന്തിക്കാനുള്ള ചേട്ടന്റെ ഉൾപ്പുളകം. അതായത് എനിക്ക് തോന്നുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എന്റെ ഗുരുക്കന്മാരായ സംവിധായകരുണ്ട്. ഞാൻ കൂടുതലും തമാശ ചിത്രങ്ങളാണ് കൂടുതലും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ CID മൂസ എന്ന് പറഞ്ഞ സിനിമ പോലും അതിന് തൊട്ടു മുമ്പുണ്ടായ പറക്കുന്തളിയ എന്ന് പറഞ്ഞ സിനിമയിൽ താകച്ചേട്ടന്റെ അസോസിയേറ്റ് ആയിരുന്ന സമയത്ത് അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുകയും പ്ലാസ്റ്റിക്കിലേക്ക് പോകാം എന്ന് വിചാരിക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞ തിയേറ്ററിനുള്ളിൽ വരുന്ന പ്രേക്ഷകർ അവരൊട്ടും മടുപ്പുണ്ടാകാതെ അവർ 2-2.25 മണിക്കൂർ പൊട്ടിച്ചിരിച്ച് വളരെ എന്റർടൈൻ ചെയ്ത് പോകുന്ന ഒരു തിയേറ്ററിൽ കയ്യടികൾ ഉണ്ടാക്കുന്ന തിയേറ്ററിന് നടുവിൽ നിൽക്കാൻ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ചിലത് നമ്മൾ വിചാരിക്കുന്ന പോലെ ചിലത് വിജയിക്കുന്നു, ചിലത് പരാജയപ്പെടാറുമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, വളരെ പ്രതീക്ഷയോടെ ഇപ്പൊ പിന്നെ റിമി പറഞ്ഞതുപോലെ പിരിമുറുക്കം എന്നൊക്കെ പറഞ്ഞ ആ രീതിയിൽ വളരെ നന്നായി ഞാൻ മേക്ക് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരു സിനിമയാണ് മാസ്റ്റേഴ്സ്. ആ സിനിമയ്ക്ക് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ തിയേറ്ററിലെ കളക്ഷൻ പോയിന്റിൽ അത് വളരെ ഡൗൺ ആയിപ്പോയി. അപ്പം എനിക്ക് തോന്നുന്നു എന്നിലെ ശശികുമാർ സാറും അതെ. അപ്പം എനിക്ക് തോന്നുന്നു എന്നിൽ നിന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ എന്റർടൈനറാണ്. അപ്പൊ അത്തരം സിനിമകൾ, പക്ഷെ ഈ എന്റർടൈനർ ആണെങ്കിൽ പോലും അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവണം, അത്തരം വിഷയങ്ങളും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. എല്ലാത്തരം സബ്ജക്റ്റുകളും കൈകാര്യം ചെയ്യണം. ഇപ്പൊ നമ്മളൊക്കെ താരതമ്യേന തുടക്കക്കാരാണ്. അപ്പം തീർച്ചയായിട്ടും കരിയറിൽ ഇനിയും ഒരുപാട് വിവിധതരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ സൈക്കിൾ എന്ന് പറഞ്ഞ സിനിമ സൈക്കിൾ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് നമ്മൾ എന്റർടൈനറിനോടൊപ്പം തന്നെ അതിനകത്തൊരു മെസ്സേജ് ഉണ്ട്. നമ്മൾ ആരെങ്കിലും വഞ്ചിച്ച് കുറച്ച് പണം കൈക്കലാക്കിയാൽ അടുത്ത ജനറേഷനിലെങ്കിലും അത് നമ്മളിൽ നിന്ന് അതിന്റെ യഥാർത്ഥ അവകാശി ആരാണോ അയാളിലേക്ക് തന്നെ എത്തും. ലൈഫ് ഒരു സൈക്കിൾ ആണെന്നുള്ളൊരു ആ തീമാണ് അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചത്. അത്തരം വിഷയങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹം. എന്റർടൈനറിനോടൊപ്പം തന്നെ ഒരു ആളുകൾ ഓർമ്മിക്കപ്പെടുന്ന, അല്ലെങ്കിൽ തിയേറ്റർ വിട്ടാലും ആളുകൾക്ക് കുറച്ചുനേരം അവരെ
മനസ്സിൽ ചിന്തിപ്പിക്കുന്ന അത്തരം വിഷയങ്ങൾ ഞാൻ പറഞ്ഞു ഇതൊരു ദൈവാധീനാണ്, ഇതൊക്കെ വന്നു ചേരുന്നതാണ്. അപ്പൊ എനിക്ക് ഒരു വിശ്വാസമുണ്ട്, ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരാൾ തന്നെയാണ്. എന്നെ കൊണ്ട് അല്ല, എനിക്ക് കൊളട്ടും കേട്ടപ്പോ തന്നെ മനസ്സിലായി. ഒന്നു വിളിച്ചാൽ ഓടി എന്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എന്റെ മനം നിറയ്ക്കും, ഒന്നു കരഞ്ഞാൽ അവൻ എന്റെ മിഴി തുറക്കും. ഓ എത്ര നല്ല സ്നേഹമെന്റെ യേശു. അപ്പൊ ഞാൻ പറയില്ല, എനിക്കെല്ലാം വന്നു ചേരും, എനിക്ക് കൃത്യസമയത്ത് തരും. ഞാൻ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്. അതിനുവേണ്ടി എന്തൊക്കെ നമ്മളൊരു സിനിമ നന്നാക്കാൻ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ എനിക്ക്. എന്റെ ദൈവം ബാധി നമ്മൾ ചെയ്യുന്നതിന്റെ കഷ്ടപ്പാട് നമ്മൾ മാക്സിമം ചെയ്യും. തീർച്ചയായും. പിന്നെ നമ്മൾ നല്ലത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് നല്ലതേ വരുത്തും. ചേട്ടൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ആൾക്കാരുടെ ഇടയിൽ തിയേറ്ററിൽ ചെന്നിരിക്കുമ്പോൾ കൈയടിയോടുകൂടി ഇരുന്നൊരു പടം കാണുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഏതൊരു സംവിധായകന്റെ സ്വപ്നമാണ്. അത്തരത്തിൽ എന്ന് ഓർക്കുന്ന ഒരു ചിത്രം എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറയുന്നത് എന്റെ ആദ്യത്തെ സിനിമ തന്നെ CID മൂസ എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ ഒരു തിയേറ്ററിൽ മാത്രമാണ് റിലീസ് ചെയ്യുന്നത്. ജൂലൈ 4-ന് ദിലീപിന്റെ ലക്കി ഡേറ്റ് എന്നുള്ള, ദിലീപായിരുന്നല്ലോ നിർമ്മാതാവ്. അപ്പൊ ജൂലൈ 4-ന് ഒറ്റ തിയേറ്ററിൽ മാത്രം അത്രയും ബിഗ് ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു സിനിമ റിലീസ് ചെയ്യുന്നു. അത് വലിയ അപകടമാണ്. കാരണം ആ സിനിമ, ആ ഷോ നന്നായില്ലെങ്കിൽ ഓൾ കേരള സ്പ്രെഡ് ആകുകയും പിന്നീട് അതിനെ പടത്തിനെ ബാധിക്കുകയും ചെയ്യും. പക്ഷേ ഭാഗ്യ ഡേറ്റ് അതൊരു ദൈവാധീനമാണെന്ന് കരുതി നമ്മൾ രണ്ടും കൽപ്പിച്ച് റിലീസ് ചെയ്യുകയാണ് തിരുവനന്തപുരം ശ്രീകുമാറില്. അപ്പൊ ഞാനും എന്റെ റൈറ്റേഴ്സായ ഉദയനും സിവിയും കയറി ചെല്ലുന്ന സമയത്ത് ഞങ്ങളെ അകത്തേക്ക് കയറ്റിവിടുന്നില്ല, ഞങ്ങളെ തിരിച്ചറിയില്ല. അങ്ങനെ ഒരു തരത്തിൽ അകത്ത് കയറി ഞങ്ങളിരുന്ന് ആ പടം കണ്ടപ്പോ തുടക്കം മുതൽ ഒടുക്കം വരെ ഇത്രയും പൊട്ടിച്ചിരികളും കൈയടിയും, എന്റെ ആദ്യത്തെ സിനിമ തന്നെ ദൈവമേ ആളുകൾ ഏറ്റെടുക്കുകയാണല്ലോ എന്ന് തോന്നിയ ഒരു മൂവ്മെന്റ് എന്റെ ജീവിതത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, ഒരു എന്നാ പറയണ്ട, ഒരു പ്ലെയർ ആണെങ്കിൽ ഒരു ലോകകപ്പ് കിട്ടുന്നതിന് തുല്യമായിട്ട് എനിക്ക് തോന്നി. ആദ്യ ചിത്രം, ആദ്യ പാട്ട്, ആദ്യ എന്തായിക്കോട്ടെ, നമ്മൾ ഇവിടെ ഒരു ഡ്രീം പ്രൊജക്ട് അത് ഇത്ര സക്സസ് ആവുക എന്ന് പറയുന്നത് അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ആ ശ്രീകുമാർ തിയേറ്ററിൽ ഇരുന്ന് ആ സിനിമ കാണുമ്പോൾ അതിന്റെ പാട്ടുകൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാട്ടില്ല. വിദ്യാജി തന്നെയാണ് ഇപ്പൊ താപ്പാനിൽ ചെയ്തേക്കുന്നത്. അതിലെ ചിലമ്പൊലിക്കാറ്റ് ആയിക്കോട്ടെ, ഞാൻ ആദ്യം പാടി ചിലമ്പൊലിക്കാറ്റ്, മേനെ പ്യാർക്കി ആയിക്കോട്ടെ, കാടിറങ്ങി ഓടിയത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മീറ്റിംഗിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്റെയും റിമിയുടെയും ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള രണ്ട് വ്യക്തികളാണ് വിദ്യാസാഗറും ഗിരീഷ് പുത്തഞ്ചേരിയും ദിലീപും. അതുപോലെ അതെ. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം, പാട്ടിന്റെ ഇപ്പം ഈ മൂന്ന് പേരും ആണ് ശരിക്കും നമുക്കൊരു തുടക്കം തന്നെ. അപ്പം പാട്ടിന്റെ കാര്യത്തിൽ ഒരു പാട്ട് വേണം നമുക്കിപ്പോ. തീർച്ചയായിട്ടും അവർ ഓരോ ഓർമ്മയിലോട്ട് പോകുന്ന ഒരു സുഖമായിരിക്കും. ഹിന്ദി സിനിമകളെല്ലാം കൂടെ വെച്ച് ഒരു പാട്ട് അത് ഇത്ര വലിയ ഹിറ്റ് ആവാനെ കുറച്ച് ബുദ്ധിമുട്ടാണ്. SPB സാറ് പാടിയ അതിലെ നായിക സ്വാഭാവികമായിട്ട് ഹിന്ദിക്കാരി ആയതുകൊണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ ഒരു ഹിന്ദിക്കാരിനെ ഒന്ന് റൂട്ട്. അതായത് അത് സബ്ജക്ട് വന്ന സമയത്ത് ഉദയകൃഷ്ണന്റെ മനസ്സിൽ തോന്നിയ ഒരു തോട്ടാണത്. അത് പക്ഷെ വിദ്യാസാഗരോട് പറഞ്ഞപ്പോ പുള്ളി കമ്പോസിംഗ് സമയത്ത് തന്നെ അതിന്റെ പല്ലവി ഉണ്ടാക്കി. ഈ മേനെ പ്യാർക്കിയാത്തോട് ആ പല്ലവി അപ്പൊ തന്നെ വന്നു. ചിലമ്പൊലിക്കാറ്റ് പ്രത്യേകിച്ച് ഇതില് അന്യഭാഷയിൽ നിന്നാണ് കൂടുതലും ഉദിത്ജിയോടും ഒക്കെ കുറച്ചൊരു അറ്റാച്ച്മെന്റ്, പ്രത്യേകിച്ച് മുന്തിരിപ്പാട്. അതിന് കാരണക്കാരൻ ഞാനാണ്. അതായത് ആ സമയത്താണ് വിദ്യാസാഗർ സാർ തന്നെ മ്യൂസിക് കൊടുത്ത് റൺ എന്ന് പറഞ്ഞ സിനിമ, അതിനകത്ത് കാതൽ പിശാച് എന്ന് പറഞ്ഞ പാട്ട് പോലെ എനിക്ക് ആ വോയിസ്. പിന്നെ പണ്ട് മറ്റേ കൊയാമത്ത് അതിനകത്ത് അതൊക്കെ പാടി അന്ന് പോലെ പുള്ളിയുടെ ഫാനാണ്. എങ്കിലും എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഈ കാതൽ പിശാച്. അപ്പൊ ഞാൻ എന്റെ ഒരു സജഷൻ വെച്ച് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് സാർ, ഒരു പാട്ട് ഇതിനകത്ത് ഉദിത് നാരായണൻ പാടിയ നന്നായി. അങ്ങനെയാണ് വന്നത്. അത് പിന്നെ പുള്ളിക്ക് ലാംഗ്വേജ് ചെറിയ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഏത് അന്യഭാഷ എത്ര ഭാഷ അറിയാൻ മേലാത്ത ഒരു പാട്ടുകാരനെയും പാടിച്ച അയാളുടെ തിങ്സ് മുഴുവൻ ഏറ്റെടുക്കാൻ
മേടിച്ചെടുക്കാൻ അറിയായിരിക്കുമല്ലോ വിദ്യാസാഗർ സാറിനുള്ളൊരു കഴിവ്. അല്ല, ഇപ്പൊ ഉദിജിയുടെ അക്ഷരസ്ഫുടതയെ പറ്റി നമ്മളിവിടെ ചിന്തിക്കേണ്ട. പക്ഷെ എന്നാലും അദ്ദേഹം ആ അക്ഷരസ്ഫുടത ഇല്ലെങ്കിൽ പോലും അതിനൊരു ഭംഗിയുണ്ട്. എന്ന് പാടുമ്പോ അതാണ് അതിന്റെ ഭംഗി. ഇപ്പൊ നമ്മുടെ പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ മുന്തിരിപ്പാടത്തിൽ പോലും കിളത്തേന്തുള്ളി അതിനകത്ത് ഇടയ്ക്ക് ഉള്ളി ആ ഒരു ഹായ് തിങ്സ് ഭയങ്കര ഓമനത്വം തോന്നും. ഒരു മുട്ടായി തരുന്ന സുഖം തോന്നും. ദിലീപ് ഭയങ്കര ഒരു ഓമനത്വം ഭയങ്കര ഞാൻ പറയില്ല ഒരു ഇതൊക്കെ ഒരു അമയുക എന്ന് പറയും. ഇതൊരു ദൈവാധീനമാണ്. ഇതൊക്കെ കൃത്യമായിട്ട് ഓരോരുത്തരെ വിളിക്കാനും ഓരോരുത്തരെ ചെയ്യിക്കാനും ഒക്കെ തോന്നുന്നു. അതിങ്ങനെ എനിക്ക് ഒരു വലിയ എല്ലാം കൂടെ നിന്ന ഒരു സിനിമയാണ് സി.ഡി. മൂസ. അതിലൂടെ തുടക്കം വന്നു. പിന്നെ രണ്ടാമത്തെ പടമായിരുന്നു കൊച്ചിരാജാവ്. ഈ ദിലീപേട്ടനായിട്ട് ഭയങ്കര ഒരു ആത്മബന്ധം തന്നെയുണ്ട്. ഇൻസ്പെക്ടർ ഗരുഡ് ആയിക്കോട്ടെ. പിന്നെ ഏതാ 3 പടമാണ് ദിലീപേട്ടൻ ചെയ്തത്. പക്ഷെ മതിയല്ലോ നഞ്ഞിരുന്ന ഞാനാടി എന്നൊക്കെ ചോദിക്കുന്നത് പോലെ ഈ 3 പടവും ചേട്ടന് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത പടങ്ങളൊക്കെ തന്നെ ഇപ്പൊ ചിലര് കുറെ പടങ്ങൾ ചെയ്തിട്ട് ചിലപ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു പടം പോലും എന്നും നിൽക്കുന്നുണ്ടാവില്ല. ചേട്ടൻ വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഈ ചങ്ങനാശ്ശേരി കിടക്കുന്ന ജോണി ആന്റണി എന്ന് പറഞ്ഞ ഒരാള് ഇത്രയും മലയാള പ്രേക്ഷകർക്ക് ഇത്രയും നല്ല പടങ്ങൾ ചെയ്യാൻ പറ്റുക പറഞ്ഞൊരു വലിയൊരു കാര്യം തന്നെയാണ്. ചേട്ടൻ വിചാരിച്ചിരുന്നോ സിനിമയായിരുന്നോ പണ്ടത്തെ സ്വപ്നം ആയിരുന്നോ? എനിക്ക് എന്നും സിനിമ തന്നെയായിരുന്നു എന്റെ സ്വപ്നം. എനിക്ക് ഞാൻ കുഞ്ഞുനാള് മുതലേ എനിക്ക് എന്റെ വീടിനടുത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ ഒറ്റയ്ക്ക് സിനിമ പോയി കാണുന്ന ഒരാളായിരുന്നു ഞാൻ. അതായത് നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത പ്രായത്തിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി സിനിമ കണ്ടു. അതൊരു 6-7 വയസ്സുള്ളപ്പോ 5-6-7 വയസ്സുള്ളപ്പോ ഞാൻ ഒറ്റയ്ക്ക് തിയേറ്ററിൽ പോയിരുന്ന സിനിമ കണ്ടു. അത്രയ്ക്ക് എനിക്ക് അത് ഞാൻ ആ കാലഘട്ടങ്ങളിൽ കണ്ട. അപ്പം എനിക്ക് തോന്നുകയായിരുന്നു ഞാൻ ഈ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനകളുണ്ടല്ലോ നമ്മുടെയൊക്കെ വീട്ടില് പ്രാർത്ഥിക്കുന്ന 2 പ്രാർത്ഥനയായിരുന്നു. ഒന്ന്, ദൈവമേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ അപ്പനും അമ്മയും മരിക്കാവുള്ളേ. 2, ജയനെ പോലെ എന്നെ ഒരു വലിയ നടനാക്കണേന്നായിരുന്നു. ജയനായിരുന്നു എന്റെ എല്ലാം. അപ്പൊ 6-ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 6 വയസ്സിൽ നിന്ന് പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ സ്പർശിച്ച ചിത്രങ്ങൾ ജയൻ അല്ല. ജയൻ അപ്പൊ ആയി വരുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ആ സമയത്ത് കൂടുതലും കണ്ടിരിക്കുന്ന നസീർ സാറിന്റെ പടങ്ങൾ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് ആരാധന തോന്നിയ ആള് തന്നെയാണ് നസീർ സാറ്. നസീർ സാറ് കഴിഞ്ഞിട്ടാണ് ജയൻ എന്ന് പറഞ്ഞ ആള് വരികയും അകാലത്തിൽ പുള്ളിയുടെ വേർപാടുമാണ് നമ്മളെ ജയനിലേക്ക് അടുപ്പിച്ചത്. അപ്പൊ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ഞാൻ 5 പഠിക്കുമ്പോഴാണ് ജയൻ മരിക്കണേ. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ 2 കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. അതിൽ ആദ്യത്തെ കാര്യം നമുക്കറിയാം, ആദ്യം പൂക്കുന്നത് ആദ്യം കൊഴിയും എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും പ്രായമായിരുന്നു, അവർ മരിച്ചു. പക്ഷെ രണ്ടാമത്തെ എന്റെ പ്രാർത്ഥന, ദൈവം ജയനാക്കിയില്ലെങ്കിലും ഒരുപാട് ജയന്മാരെ മേയിപ്പിക്കാനുള്ള ഒരു അവസരം ദൈവം എനിക്ക് തന്നായിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അത്രമാത്രം ഞാൻ സിനിമയെ സ്നേഹിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല എന്റെ വലിയ മഹത്തായ കഴിവുകളോ അല്ലെങ്കിൽ മഹത്തായ ഇതുകൊണ്ടോ ഒന്നുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ സിനിമയോട് കാണിച്ച ഒരു ഇഷ്ടം അത് തന്നെയാണ് എന്നെ ഇപ്പം ഞാൻ പറഞ്ഞത്. എനിക്ക് ഏറ്റവും വലുത് വെച്ചാൽ ഇപ്പൊ ഞാൻ അടുത്ത വർഷം ജൂലൈ 4-ന് സി.ഡി. മൂസയ്ക്ക് 10 വയസ്സാവും. ഞാൻ എന്ന് പറഞ്ഞ സംവിധായകന് 10 വയസ്സാവും. ദിലീപ് എന്ന് പറഞ്ഞ നിർമ്മാതാവിന് 10 വയസ്സാവും. അപ്പം എന്നിട്ടും സി.ഡി. മൂസയെ കുറിച്ചാണ് ഇപ്പോഴും പറയണം. അപ്പം എനിക്ക് ഇതുവരെ എനിക്ക് തോന്നുന്നൊരു സംവിധായകൻ എന്നുള്ള നിലയിൽ സി.ഡി. മൂസയെ എനിക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല. കാരണം അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ സി.ഡി. മൂസയെ കുറിച്ച് തന്നെ സംസാരിക്കുന്നത്. കാരണം അതൊരു നല്ല സ്റ്റാർട്ടിംഗ് ആയിരുന്നു. ആ സ്റ്റാർട്ടിംഗ് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പം റിമി പറഞ്ഞ പോലെ തന്നെ ചാനലുകളിൽ ഏറ്റവും അധികം ടെലികാസ്റ്റ് ചെയ്ത സിനിമയാണ് സി.ഡി. മൂസ. അപ്പൊ സി.ഡി. മൂസയുടെ 2ാം ഭാഗത്തെ കുറിച്ച് ആലോചിക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ എല്ലാം നന്നായി വരട്ടെ. ഈ ചങ്ങനാശ്ശേരിയിലാണല്ലോ ചേട്ടന്റെ ജന്മനാട് അല്ലെ? ചങ്ങനാശ്ശേരിക്കാർക്ക് അത് അയലോക്കത്തുള്ള നാട്ടുകാർക്ക് അവരുടെ സ്വന്തപ്പെട്ട ഒരാള് മമ്മൂക്കയെ വെച്ച് അഭിനയിക്കുന്നു, ദിലീപേട്ടൻ വരുന്നു, അങ്ങനെ അവരുടെ നാട്ടിലെ സ്വന്തം ശരിക്കും ആ നാട്ടിലെ പേര് ചങ്ങനാശ്ശേരി മാമൂട് എന്ന് പറയും. മാമൂട്. അപ്പൊ ആ ഗ്രാമക്കാർക്ക് അവർ തരുന്ന ചേട്ടനോടുള്ള അവരുടെ സിനിമാ സംവിധായകനാവുന്നതിന് മുൻപും അതിനുശേഷം അവരുടെ രീതിയിലുള്ള അവരുടെ പെരുമാറ്റത്തിലും അവരുടെ ഇഷ്ടം എങ്ങനെയാണ് അവർ കാണിക്കുന്നത്? അല്ല, എന്നോട് ഞാൻ പറഞ്ഞു അന്ന് ഇഷ്ടം കാണിച്ചവരെല്ലാം ഇപ്പോഴും ഇഷ്ടം കാണിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, അന്ന് ചിരിക്കാത്ത അല്ലെങ്കിൽ അന്ന് സംസാരിക്കാത്ത ചിലരൊക്കെ ഉണ്ടായിരുന്നു. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവനൊരു ബാധ്യതയാകുമോ എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. ഇവനെയോടൊക്കെ ചിരിച്ചാൽ പിന്നീട് മനസ്സിലായി ഇവന് സിനിമയിൽ എന്തെങ്കിലും ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് ചിരിക്കുന്നവരുണ്ട്. പക്ഷെ ഞാനെന്നും എനിക്ക് ഇഷ്ടം അന്നും ഇന്നും എന്നോട് ഒരേപോലെ പെരുമാറുന്നവരോട് തന്നെയാണ് എനിക്കത്. അത് അങ്ങനെ കുറെ സുഹൃത്തുക്കളുണ്ട്. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ സൗഹൃദങ്ങൾ തന്നെ. സിനിമയിലാണേലും ഇപ്പൊ ദിലീപ് എന്ന് പറഞ്ഞ ആളുമായിട്ടുള്ള സൗഹൃദമാണ്, ദിലീപ് എന്ന് പറഞ്ഞ സുഹൃത്താണ് ശരിക്കും എനിക്ക് ആദ്യത്തെ സിനിമ. അതുപോലെ തന്നെ ഉദയൻ സിബി എന്ന് പറഞ്ഞ കൂട്ടുകെട്ട് ശരിക്കും അതിലാണോ വരുന്നത്? സി.ഡി. മൂസയിലാണോ? അല്ല, അവര് സിബി ഉദയനും ദിലീപിനെ വെച്ച് അതിനു മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഒരു ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറഞ്ഞ ലൈനിലേക്ക് കാര്യങ്ങൾ എത്തിയത് സി.ഡി. മൂസയിലൂടെയാണ്. അല്ലാണ്ട് ചേട്ടന്റെ മനസ്സിൽ ആരുടെയെങ്കിലും പേര് പറയാൻ ഉദ്ദേശിക്കുക? കഷ്ടപ്പാടിലായിക്കോട്ടെ. എനിക്ക് എന്നെ സിനിമയിൽ എത്തിച്ച ഒരാളുണ്ട്, ജോക്കുട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. എന്റെ നാടിനടുത്തുള്ള ആദ്യത്തെ ഒരു വർണ്ണപ്പകിട്ടെന്നൊക്കെ പറഞ്ഞ സിനിമ നിർമ്മിച്ചാൽ പുള്ളിയായിരുന്നു കുഞ്ഞുനാൾ മുതൽ എന്നോട് പറയടാ നിന്നെ ഞാൻ എനിക്ക് സിനിമയിൽ എത്തിക്കും. പുള്ളിയാണ് എന്നോട് പറയണത്, നീ ഒരു ജയനൊന്നും ആകാൻ നിൽക്കണ്ട, നീ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആവണം.
നീ ഭാവിയിൽ ഡയറക്ടറാവും. പുള്ളി പറഞ്ഞ കാര്യങ്ങളാണ് എന്റെ ജീവിതത്തിൽ. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ആദ്യം ചെയ്ത പടം ഞാൻ തുളസിദാസ് സാറിന്റെ കൂടെ ചാഞ്ചാട്ടം എന്ന് പറഞ്ഞൊരു പടമാണ്. അദ്ദേഹത്തിനോടാണ് ആദ്യം തുടങ്ങി. പിന്നെ ഈ പറക്കും തെളികയിലോട്ടൊക്കെ വന്നത് അല്ലേ? പിന്നെ 10ഓളം ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്തു. അതിന്റെ ഒരു അനുഭവം തീർച്ചയായിട്ടും കിട്ടി. അങ്ങനെയാണ് ഇടയ്ക്ക് ചേട്ടന്റെ പടത്തിലെ പാട്ടുകൾ അല്ലാണ്ട് ചോദിക്കുകയാണെങ്കിൽ മനസ്സിൽ ഒത്തിരി ഇഷ്ടപ്പെടുന്ന, അപ്പൊ പറഞ്ഞു നസീർ സാറിന്റെയും ജയൻ മാഷിന്റെ ഒക്കെ കാര്യം പറഞ്ഞു. ജയൻ മാഷോ അന്നെങ്ങനെ എല്ലാരും എങ്ങനെയാണ് ജയൻ എന്നൊക്കെ പറയുന്നത്? ജയൻ ചേട്ടൻ. ഞാൻ ജയൻ എന്ന് പറഞ്ഞോണ്ട് ഇപ്പോഴും ജയൻ പറഞ്ഞു. ഇപ്പൊ സിനിമ വന്നതിന് ശേഷമാണ് ഇവരെയൊക്കെ ജയൻ സാറിനും നസീർ സാറിനും. എന്റെ അടുത്ത് ആരാണ്ട് ഈ പഴശ്ശിരാജനെ ഞാൻ എങ്ങനെ വിളിക്കണമെന്ന് എനിക്ക് പേര് വിളിച്ചു കഴിഞ്ഞാൽ തെറ്റാവൂലോ. അപ്പൊ ഞാൻ കുറെ പഴശ്ശിരാജ സാർ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആരും വിളിക്കില്ലല്ലോ. അല്ല എന്നാലും കുഴപ്പമില്ല, പഴശ്ശി അണ്ണൻ എന്നൊന്നും വിളിക്കായിരുന്നാണ്. അങ്ങനത്തെ പാട്ടുകൾ മനസ്സില് ഒരുപാട് പാട്ടുകളുണ്ട്. എനിക്ക് ഒത്തിരി പാട്ടുകളുണ്ട്. ഇപ്പം എന്നും നമുക്ക് എല്ലാവർക്കും കാരണം ചേട്ടന്റെ ഒരു പാട്ട് എനിക്ക് അടുത്തിരിക്കുമ്പോൾ പാടിത്തരാൻ പറ്റുമെന്ന് പറഞ്ഞ എന്റെ ഒരു സന്തോഷമാണ്. അതാണ് നമ്മുടെ ഋതം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഈ ചന്ദ്രകളവും ചാർത്തി ഉറങ്ങും. അത് ഇഷ്ടപ്പെടാത്ത മലയാളി അതിന്റെ വരി എങ്കിൽ അതിന്റെ അതാണ് കൊതിതീരും വരെ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. സത്യമാണല്ലേ? ശരിക്കും അടുത്തൊരു ജന്മം കിട്ടിയാൽ ഒരു പക്ഷെ ലണ്ടനിലോ പാരീസിലോ പോയി ജനിക്കാൻ ചേട്ടന് ആഗ്രഹമുണ്ടോ? എനിക്ക് ഇങ്ങനെ തന്നെ ചങ്ങനാശ്ശേരി തന്നെ ആ മാമൂടി തന്നെ മതി. തീർച്ചയായും എന്റെ അപ്പന്റെ അമ്മയുടെ മകനായിട്ട് തന്നെ ജനിച്ചാൽ മതി. ഈ വിദേശ നാട്ടിൽ പോയി ചിത്രീകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു അത്തരത്തിൽ നമ്മുടെ പാട്ടുകൾ ഏതെങ്കിലും പുറം നാട്ടിൽ പോയി. ഞാൻ സൈക്കിളിൽ ഒരു പാട്ട് എടുത്തിട്ടുണ്ട്. വിനീത് ശ്രീനിവാസനും ഭാമയായിട്ടുള്ള വർണ്ണപ്പൈങ്കിളി എന്നുള്ള പാട്ട് പുറത്ത് സിംഗപ്പൂര് അതെടുത്തിട്ടുണ്ട്. അപ്പൊ അത് പറഞ്ഞപ്പോ സൈക്കിളിലെ നല്ലൊരു പാട്ടുണ്ട് കേട്ടോ. പാട്ടുണർന്നുവോ കാതിൽ നിറഞ്ഞുവോ ആരോ ഏറ്റുപാടിടും രാഗം അനുരാഗം. ശ്രീനിവാസ് ചേട്ടൻ പാടി വെക്കുന്ന ഒരു പാട്ടല്ലേ? ഇതിന്റെ സംഗീതം ആരായിരുന്നു? മെജോ ജോസഫ് എന്ന മ്യൂസിക് ഡയറക്ടറിന് ഈ പടത്തിലൂടെ ഇൻട്രൊഡക്ഷൻ കിട്ടുകയും ചെയ്തു അല്ലേ? വിനീതിന്റെ ആദ്യത്തെ ഒരു അഭിനയം ആദ്യമായിട്ട് അഭിനയിക്കുന്നു. അതെ അതിലോട്ട് വിനീതിനെ കൊണ്ടുവരുന്ന ജോണി ചേട്ടൻ ഒരു പുതിയൊരാളെ കൊണ്ടുവരുമ്പോൾ അത് എപ്പോഴും ഒരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ? കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന് കാരണം ഒരു പരിധിവരെ ജെയിംസ് ആൽബർട്ട് എന്ന റൈറ്ററാണ്. ജെയിംസ് ആൽബർട്ടിന്റെ വിഷയം നല്ല ക്ലാസ്മേറ്റ്സിന്റെ ആ വിഷയം വിനീതിന് ഇഷ്ടപ്പെട്ടു, ശ്രീനിയേട്ടനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ വിഷയത്തോടുള്ള ഒരു ബഹുമാനമാണ് ശരിക്കും വിനീത് അതിലേക്ക് വന്നത്. പിന്നെ വിനീതിന് ഭയങ്കര താല്പര്യമായി. നല്ല രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വളരെ എന്റർടൈൻ ചെയ്ത സിനിമയാണ് സൈക്കിൾ. പിന്നെ ഇപ്പൊ വിനീത് ഒരു ഡയറക്ടറായി. അതെ പിന്നെ ഡയറക്ടറായി. വിനീതിന്റെ പടത്തിൽ എനിക്ക് ചിലപ്പോൾ വേഷം കിട്ടാൻ സാധ്യതയുണ്ടോ? ഈ സ്വന്തം ഡയറക്ട് ചെയ്ത പടത്തില് ഒരു അഭിനയം എപ്പോഴും ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഏതോ പടത്തിൽ തല കാണിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറക്കും തെളിക എന്ന് പറഞ്ഞ സിനിമ അസോസിയേറ്റ് ആയിരുന്ന കാലത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഈ ഡയറക്ട് ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കാത്തതിന് കാരണം എന്തെങ്കിലും വിധത്തിൽ സിനിമ കുഴപ്പമാണെങ്കിൽ ആളുകൾ തിയേറ്ററിൽ ഇരുന്ന് പറയും, അയ്യോ അവനാ കേട്ടോ ഇത് ഡയറക്ട് ചെയ്തെന്ന് പറയും. അപ്പൊ ആ ഒരു ഇത് ഓർത്തിട്ട് മാത്രമാണ് ഞാൻ അഭിനയിക്കാത്തത്. അയ്യോ ഇത് ഭയങ്കര ഒരു സംഭവം. ഈ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് അതിൽ എന്തെങ്കിലും പാളിച്ച വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നാട് മൊത്തം കാണുന്നല്ലേ? കുഴപ്പം വന്നാലും പ്രശ്നമാണ് അല്ലേ? അയ്യോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ കേട്ട് നമ്മുടെ ജോണി ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അതിനൊരു ബ്രേക്ക് വരുന്നത് നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം നാളെ നമ്മളോടുകൂടി ഉണ്ടായിരിക്കും.